നമ്മൾ പലപ്പോഴായിട്ട് പത്രങ്ങളിലൂടെയും ടി വിയിലെ പരസ്യങ്ങളിലൂടെയും കേട്ടിട്ടുള്ളൊരു വാക്കാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സീരീസിന് തുടക്കം കുറിക്കുകയാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഓരോ ആളുകൾക്കും അനുയോജ്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിവിടെ വിശദമായിട്ട് പഠിക്കാം. നമ്മുടെ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമ്മളിൽ എത്ര പേര് അതിന് മുതിരാറുണ്ട്? ഇവിടെ നമുക്ക് അറിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഏതാണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുന്നതാണ്. പക്ഷെ നമ്മളിൽ എത്ര പേര് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും മെനക്കെടാറുണ്ട്? ഏതൊരാളുടെ ജീവിതത്തിലും അയാൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അയാളുടെ വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ പങ്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സൊല്യൂഷനാണ് സത്യം പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ട് ഈ ഫണ്ട് മാനേജർ നമുക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ കാറ് ഓടിക്കാൻ ഒരു ഡ്രൈവറെ വെക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോവുകയും ചെയ്യാം. എങ്കിൽ നമുക്ക് ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ പോകേണ്ട വഴിയോ അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല, നമ്മുടെ കാര്യം അവിടെ നടക്കുകയും ചെയ്യും. സോ എന്താണ് മ്യൂച്വൽ ഫണ്ട്? വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്? നമ്മളും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട്, അത് ചെറുതാകാം വലുതാകാം, 500 രൂപയോ 2000 രൂപയോ ഒക്കെ വെച്ച് കളക്ട് ചെയ്ത് ഇത് വലിയൊരു പൂൾ ഓഫ് മണി ആവും. ഈ പൂൾ ഓഫ് മണി ഒരു ഫണ്ട് മാനേജർ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് പല സെഗ്മെൻറ്റുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് ബേസിക്കലി മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഉണ്ടാകാം, അതേപോലെ ഡെപ്റ്റ് ഫണ്ട്സ് ഉണ്ടാകാം, ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ പല സെഗ്മെൻറ്റ്സിലായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ സ്കിൽഡ് ആവും, അതേപോലെ തന്നെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളാകും. അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഈ ഒരു പൂൾ ഓഫ് മണി വിവിധ സെഗ്മെൻറ്റ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. വിവിധ സെഗ്മെൻറ്റ്സ് ആയിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇക്വിറ്റി മാത്രമാകാം, അല്ലെങ്കിൽ ഇക്വിറ്റിയും ഡെപ്റ്റും രണ്ടും കൂടിയാകാം, ഇനി അതല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട്സിൽ മാത്രമാകാം. അപ്പോൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും റിട്ടേൺസ് നമുക്ക് കിട്ടുന്നത്? ആനുവലി 10 to 12% റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫണ്ട് മാനേജർ നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തും പിന്നെ മാർക്കറ്റിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് ഇത് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുമൊക്കെയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 2 രീതിയിലാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഒന്ന് ഡിവിഡൻഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇക്വിറ്റിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിവിഡൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് റിട്ടേൺസ് കിട്ടാറുണ്ട്. പിന്നെ രണ്ടാമത്തത് ക്യാപിറ്റൽ ഗ്രോത്ത്. അതായത് നമുക്കറിയാം ഓരോ സ്റ്റോക്കിന് വില കൂടുന്ന സമയത്ത് ആ ഒരു രീതിയിലും നമുക്ക് റിട്ടേൺസ് കിട്ടാറുണ്ട്. അങ്ങനെ റിട്ടേൺസ് ആയിട്ട് കിട്ടുന്ന എല്ലാ തുകയും ഫണ്ട് മാനേജർ നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുമോ? ഇല്ല. ഇവിടെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ഫണ്ട് ഹൗസസിന് ഒരു ചെറിയ ചാർജസ് ഉണ്ട്. ഫണ്ട് ഹൗസസ് എന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് റണ്ണ് ചെയ്യുന്ന സ്ഥാപനം, അതിനെ ഫണ്ട് ഹൗസസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഫണ്ട് ഹൗസസിന് ചെറിയൊരു ചാർജസ് ഉണ്ട്. അപ്പോൾ ഈ ചാർജ് എടുത്തതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നത്. ഈ ഒരു ചാർജസിന് പറയുന്ന പേരാണ് എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ ഈ എക്സ്പെൻസ് റേഷ്യോ നോർമലി 1 to 3% ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എത്രത്തോളം എക്സ്പെൻസ് റേഷ്യോ കുറയുന്നോ അത്രത്തോളം ആ ഒരു മ്യൂച്വൽ ഫണ്ട്സ് നല്ലതായിരിക്കും. അപ്പോൾ എത്ര തരം മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഉള്ളത്? മെയിൻലി നോക്കുകയാണെങ്കിൽ there are 5 types of മ്യൂച്വൽ ഫണ്ട്സ്. ഒന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, 2 ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്, അടുത്തത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഒരു പോർഷൻ ഇക്വിറ്റിയിലും അതേപോലെ തന്നെ മറ്റൊരു പോർഷൻ ഡെപ്റ്റിലും ഒരു പ്രത്യേക റേഷ്യോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുക. അതേപോലെ തന്നെ ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ്, അതേപോലെ അതർ മ്യൂച്വൽ ഫണ്ട്സ്, അതായത് നമ്മുടെ ഇൻഡെക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും ആപ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്നുള്ള കാര്യം നമുക്ക് വരും വീഡിയോകളിൽ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു സീരീസിലെ ഒരൊറ്റ വീഡിയോ പോലും മുടങ്ങാതെ കാണേണ്ടതുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.